الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തീർക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളേവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 207 വത്തീനി വസൈത്തൂൻ എന്ന സൂറത്താണ് എടുക്കുന്നത്. സൂറത്തു തീൻ എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ 8 ആയത്തുകളാണുള്ളത്. എല്ലാ ആയത്തുകളെല്ലാം മക്കയിൽ അവതരിച്ചതാണ്. ഈ സൂറത്തിൽ 2 കാര്യമാണ് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യവംശത്തെ അള്ളാഹു ബഹുമാനിച്ചത്. രണ്ടാമത്തത് യൗമുൽ ഹിസാബ്, മഹ്ശറ ദിനത്തിൽ അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ വിചാരണ ചെയ്ത് അതിന് പ്രതിഫലം നൽകുന്ന ആ കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള വിശ്വാസം, അതൊരു വിഷയമാണ് ഇതിൽ ഈ സൂറത്തു തീൻ. ഇങ്ങനെ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ വിവരിക്കുന്നത്. ഈ സൂറത്ത് ഇതിൻ്റെ ആദ്യത്തിലെല്ലാം സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് സത്യം ചെയ്യുന്നത് ഏറ്റവും മുശറഫായ അല്ലാഹു ബഹുമാനിച്ചതായ സ്ഥലങ്ങൾ അതിനെ വെച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. അതായത് ഫലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസ്, തുർസീന പർവ്വതം, പിന്നെ മക്ക, ഇത്തരം സ്ഥലങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് മനുഷ്യവംശത്തെ നാം സൃഷ്ടിച്ചു, നല്ല രൂപത്തിലും ഭാവത്തിലും ആയിട്ട് സൃഷ്ടിച്ചു. വളരെ ഭംഗിയുള്ള രൂപമാണ് മനുഷ്യൻ്റെ രൂപം. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവസാനം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എടുത്തെറിയപ്പെടും. അതിനെ സംബന്ധിച്ച് പറയുന്ന വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഇങ്ങനെ ഏറ്റവും താഴ്ന്ന നിലയിൽ എറിയപ്പെടുന്നത് ആരെയാണ്? അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾ, ധിക്കാരപരമായിട്ട് പെരുമാറിയ, അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ആളുകൾ, അവർക്ക് വളരെ മോശമായ രംഗങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അഥവാ നരകത്തിൽ അവരെ കിടപ്പെടും. അപ്പോൾ അവർ ഏറ്റവും നിന്ദ്യമായ രൂപത്തിൽ താഴ്ന്ന നിലക്കായിത്തീർന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വിവരിക്കുന്നത്. ഇനി ഞാൻ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. 8 ആയത്തുകളാണിത്. 8 ആയത്തും ഞാൻ ഓതി. ഇതിൻ്റെ ഒറ്റവാക്കർത്ഥവും
ആശയവും പറയാം. സാധാരണ പോലെ വത്തീനി വസൈത്തൂനി രണ്ട് ഭക്ഷ്യപദാർത്ഥങ്ങളായത് തീനും ജൈത്തൂനും. തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം, ജൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലിവ് കായ, ഒലിവ് വൃക്ഷം എന്നൊക്കെ പറയാം. അപ്പൊ ഈ തീന് ജൈത്തൂന്, തീൻ വൃക്ഷമാവാം, അത്തിപ്പഴത്തിന്റെ മരമാവാം, അല്ലെങ്കിൽ ജൈത്തൂൻ ഒലിവ് കായ, അല്ലെങ്കിൽ ഒലിവ് മരം, അല്ലെങ്കിൽ ഇവ വളരുന്ന വളരെ അനുഗ്രഹീതമായ സ്ഥലങ്ങൾ. ഏതായിരുന്നാലും തീനുകൊണ്ട് സത്യം ചെയ്യാവുന്നതാകുമ്പോൾ തീനെ തന്നെ സത്യം, അത്തി മരത്തെ തന്നെ സത്യം, അല്ലെങ്കിൽ പഴത്തെ തന്നെ സത്യം. വസൈത്തൂനി ജൈത്തൂൻ വൃക്ഷത്തെ തന്നെ സത്യം. അക്സമ അള്ളാഹു തആല സത്യം ചെയ്തു, അല്ലെങ്കിൽ ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു, ബിത്തീനി തീനുകൊണ്ട്, തീൻ എന്ന് പറഞ്ഞാൽ അത്തിവൃക്ഷം, വസൈത്തൂനി ജൈത്തൂൻ വൃക്ഷത്തും കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇതുകൊണ്ട് വലിയ ഫലമുള്ളതാണ് വൃക്ഷങ്ങൾ, അതുകൊണ്ട് സത്യം ചെയ്യാം. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ പറയുന്നത് തീനക്കുമുല്ലദീ തദ്കുറൂന വസൈത്തൂനക്കുമുല്ലദീ തഅസിറൂന മിൻഹു സൈത്. തീൻ എന്ന് പറയുന്നത് നിങ്ങൾ ഭക്ഷിക്കുന്ന ഒരു പഴമാണ്. ജൈത്തൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കുരുക്കൾ പിഴിഞ്ഞുകൊണ്ട് നിങ്ങൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു അതിൽ നിന്ന്. അങ്ങനെയുള്ള തീനും ജൈത്തൂനും. അതുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരുന്ന ഭൂമിയെ കൊണ്ട് സത്യം ചെയ്യാൻ ആവാം. തീനും ജൈത്തൂനും കൂടുതലായി കാണപ്പെടുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്, ഫലസ്തീൻ ഉൾപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് സത്യം ചെയ്തുകൊള്ളാവും. പിന്നെ തൂരിസീൻ പർവ്വതങ്ങളിൽ സത്യം ചെയ്യുക. തൂരിസീൻ പർവ്വതം വളരെ അനുഗ്രഹീതമായ പർവ്വതമാണ്. അതിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല മൂസ നബിക്ക് പ്രവാചകത്വം നൽകിയതും തൗറാത്ത് നൽകിയതും പിന്നെ അള്ളാഹുമായി മൂസ നബി മുനാജാത്ത് നടത്തിയതും, അതായത് സംഭാഷണം നടത്തിയ പർവ്വതമാണ്. അള്ളാഹു ഉദ്ദേശം അകത്ത് വെച്ച് ഉദ്ദേശ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പൊ അതാ ബർക്കത്തുള്ളതായി തീരുക. അപ്പൊ അതിന് വലിയ മഹത്വമുണ്ടായി. ഏത് തൂരിസീന പർവ്വതത്തിന് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു ചെയ്തത് കാരണമായിട്ട് ഇതിന് വലിയ ബർക്കത്തുണ്ടായി. അതുപോലെ തീനും ജൈത്തൂനും എന്ന് പറഞ്ഞാൽ വലിയ മൻഫഅത്തുള്ള ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് അള്ളാഹു അതിനെ സത്യം ചെയ്തു, അതിനെക്കൊണ്ട് സത്യം ചെയ്തു. പിന്നെ അള്ളാഹു സത്യം ചെയ്യുന്നത് വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയം കഴിഞ്ഞുകൂടാൻ പറ്റിയ ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യും. ഈ നാടെന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിക്കുന്നത് മക്കയിൽ വെച്ചാണ്. അപ്പൊ മക്കയിൽ വെച്ച് പറയുമ്പോൾ ഈ നാടെന്ന് പറഞ്ഞാൽ മക്കയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ നിർഭയമായിട്ട് കഴിഞ്ഞുകൂടാൻ പറ്റിയ സ്ഥലമാണ് മക്ക. അവിടെ ആർക്കും ദ്രോഹിക്കാനോ പിന്നെ ഉപദ്രവിക്കാനോ പാടില്ല. അവരുടെ ജനങ്ങളുടെ സ്വത്തിനും ശരീരത്തിനും വളരെയധികം നിർഭയം കഴിഞ്ഞുകൂടാൻ പറ്റിയ സ്ഥലമാണ്. ആരും അപഹരിച്ചെടുക്കില്ല, അവിടെ കൊള്ളയടിക്കില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിർഭയമായ ഒരു സ്ഥിതി മക്കയ്ക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കയ്ക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ടായി.
വേറെ സുരക്ഷിതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലമാണ്. നബി ജനിച്ചു വളർന്ന് വലുതായി 40 വയസ്സായപ്പോഴാണ് നുബുവത്ത് കിട്ടുന്നത്. അപ്പോൾ ആ നുബുവത്തിന് റിസാലത്തിന് അവിടെ അനുഭവിക്കാനുള്ള ഒരു മക്കയ്ക്ക് അല്ലാഹു തആല നൽകി. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ്, തൂർ സീനാ പർവ്വതം, പിന്നെ മക്ക, ഈ 3 സ്ഥലങ്ങൾക്കും അല്ലാഹു വളരെ പ്രാധാന്യമുണ്ട്. ആ സാധാനം നൽകിയതനുസരിച്ചാണ് ഇവിടെ ഇതിനെ എടുത്ത് അല്ലാഹു സത്യം ചെയ്യുക. ഈ സത്യം ചെയ്തിട്ട് അല്ലാഹു പറയുന്നത് എന്താണ്? സത്യത്തിന്റെ കസ്മിന്റെ ജവാബ്. കസ്മിന്റെ ജവാബ് എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഞാൻ ഇന്നാലിന്ന കാര്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്നാലിന്ന കാര്യം കണ്ടു എന്ന് പറയുന്നതാണ് സത്യത്തിന്റെ ജവാബ്, കസ്മിന്റെ ജവാബ്. അതുപോലെ ഈ വക സ്ഥലങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് അല്ലാഹു പറയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചു ഇൻസാന, മനുഷ്യവർഗത്തെ, ഫീ അഹ്സനി തഖ്വീം, മെച്ചപ്പെട്ട രൂപത്തിൽ. ഒരാൾക്കോ രണ്ടാൾക്കോ അംഗവൈകല്യം ഉണ്ടായിക്കൊണ്ട് രൂപവ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതിനെതിരല്ല. അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞാൽ ശരിയായ ഭംഗിയുള്ള രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ്. രൂപവും എല്ലാം വളരെ ഭംഗിയുള്ളതാണ്. മനുഷ്യന്റെ അത്ര ഭംഗിയുള്ള ഒരു രൂപം വേറെയില്ല. അള്ളാഹു സൃഷ്ടിച്ചത് ഇതിന് വേറെ ഒരു മോഡൽ കണ്ടുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചതല്ല. അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടി, മനുഷ്യൻ എന്ന സൃഷ്ടി വളരെയധികം ഭംഗിയുള്ളതാണ്. അത്തരം ഭംഗിയുള്ള ഒരു സാധനവുമില്ല. അപ്പോ ലഖദ് ഖലഖ്ന, നമ്മൾ സൃഷ്ടിച്ചു തീർച്ചയായും ഇൻസാന, മനുഷ്യവർഗത്തെ, ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ടോ 5-ാമത്തെ ആയത്ത്, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, സുമ്മ റദദ്നാഹു, പിന്നെ അവനെ നാം ഇറക്കി, ഇലാ അസ്ഫലി സാഫിലീൻ, ഏറ്റവും താഴ്ന്ന പടിയിലുള്ളവരുടെ ദർജയിലേക്ക് ഇറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അസ്ഫൽ സാഫിലീനാണ്. സാഫിലീങ്ങളിൽ വെച്ച് അസ്ഫലായ ദർജയിലേക്ക് അല്ലാഹു തആല മാറ്റി. കാരണം അവൻ ശരിക്ക് അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന് നന്ദി ചെയ്യാതെ സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണ്. അവരെയാണ് ഈ നിലയ്ക്കുള്ള ദുരന്തന്മാർക്ക് വന്നുപെടുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതെ, അവന് നല്ല രൂപത്തിൽ സൃഷ്ടിച്ചത് തന്നെ എത്ര വലിയ നിഅമത്താണ്. അവൻ്റെ അംഗവൈകല്യമുള്ള നിലയിൽ സൃഷ്ടിക്കുകയായിരുന്നുവെങ്കിൽ, അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ, ഒരു വിരൂപമായ നിലപാടിലാണ് അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ, ആര് നോക്കിയാലും വിരൂപതയാണ് അനുഭവപ്പെടുക. അതല്ല അള്ളാഹു ചെയ്യുന്നത്. അതിഭംഗിയുള്ള ഒരു രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. എന്നിട്ടോ അത് തന്നെ മതി അവന് ശുക്ർ ചെയ്യാൻ. പിന്നെ അവന് ചെയ്ത മറ്റുള്ള നിയമത്തുകൾ ഇവ എത്രയോ ഉണ്ട്. ഒരു നിയമത്തിനും അവൻ നന്ദി ചെയ്യുന്നില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുക. അപ്പോൾ ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് അല്ലാഹു തആല അവന് ഇറക്കി വെച്ചു. സുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ, സാഫിലീങ്ങളുടെ താഴ്ന്ന പടിയിലുള്ളവര്, അവരുടെ ആ സ്ഥാനത്തേക്ക് അവനെ നാം മടക്കി എന്ന് പറഞ്ഞാൽ അവനെ ഇറക്കി വെച്ചു. എന്നിട്ട് 6-ാമത്തെ ആയത്ത്, ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവർ ഒഴികെ,
ഇല്ലല്ലതീന ഒരു കൂട്ടർ ഒഴികെ ഈ താഴ്ന്ന പടിയിലേക്ക് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ ആളുകൾ ഒഴികെയാണ്. ഏത് പറഞ്ഞത്? ഇല്ലല്ലതീന ആമൻ, വിശ്വസിച്ച ആളുകൾ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും, വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. അള്ളാഹു പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം എടുക്കുക. അങ്ങനെ എടുക്കുന്നവർക്കാണ് സൽക്കർമ്മങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുക. അവർക്കുണ്ട് ഫലവും, അവർക്കുണ്ട് അജ്റുൻ ഗൈറു മംനൂൻ, അജ്റുൻ പ്രതിഫലമുണ്ട്. ഗൈറു മംനൂൻ, മുറിയപ്പെടാത്ത പ്രതിഫലമുണ്ട് അവർക്ക്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുണ്ട്. ആ മുറിഞ്ഞു പോവാത്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന പ്രതിഫലം ഏതാ? അത് സ്വർഗമാണ്. അപ്പോ ഇനി 7ാമത്തെ ആയത്ത്, മനുഷ്യനോട് ഇവിടെ അഭിമുഖം ചെയ്യുന്ന الخطاب للإنسان على طريقة الالتفات من أي فما سبب تكذيبك أيها الإنسان فما يكذبك فما سبب تكذيبك أيها الإنسان മനുഷ്യ, നീ കളവാക്കുവാനുള്ള കാരണം എന്താണ്? ഇത്തരം വിശദീകരണമൊക്കെ നിനക്ക് തന്നതിന് ശേഷമായിട്ട് നീ കളവാക്കുവാനുള്ള കാരണം എന്താണ്? വിദ്യയിൽ, ദീനിന്റെ കുമാരിക്കതിബുക്കമായത് വിദ്യയിൽ ദീനിനെ കളവാക്കുക. ദീനെന്ന് പറഞ്ഞാൽ മതം എന്നുള്ള അർത്ഥം. ഹിസാബ് ജസാദ് നടക്കുന്ന യൗമുദ്ദീൻ, അതിൻ്റെ ദിവസം, അതിനെ കളവാക്കുക, അതിനെ തള്ളിപ്പറയാം. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പറയാം. ഹിസാബൊന്നും ഉണ്ടാവില്ല, വിചാരണയൊന്നും നടത്തില്ല, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം തരിക എന്നുള്ള സംഭവം ഉണ്ടാവില്ല എന്നൊക്കെ അതിനെന്തിനേയും കളവാക്കാൻ ഉണ്ടായ, ഇതിനെ തള്ളിപ്പറയാൻ ഉള്ള കാരണം എന്തൊന്നാണ്? മനുഷ്യ, നീ ഇതിനെ തള്ളിപ്പറയാനുള്ള കാരണം എന്താ? ബഅദ ഹാദൽ ബയാനി, ഈ തെളിവുകൾ നൽകിക്കൊണ്ട് ഈ വിശദീകരിച്ച് തന്നതിന് ശേഷമായി. കാരണം മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്, ബീജത്തിൽ നിന്നും സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ഭംഗിയുള്ള ഒരു രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്, അതാണ്. അതെല്ലാം അതിനുള്ള തെളിവുകൾ സഹിതം എല്ലാം നിരത്തി വെച്ച് അല്ലാഹു അതെല്ലാം വിശദീകരിച്ച് തന്നിട്ടും നീ ഇത്തരത്തിൽ അതിനെ കളവാക്കാൻ എന്താണ് കാരണം? നല്ല രീതിയിൽ നിന്നെ ക്ഷണിച്ചു വരുത്തിയത് എന്താണ്? അതിലത്തേക്ക് രീതി കളവാക്കുന്നതിലേക്ക് യോമുദ്ദീൻ, ഈ പ്രതിഫല നടപടിയുടെ അല്ലെങ്കിൽ വിചാരണയുടെ നടപടിയുടെ ദിവസത്തെ കളവാക്കുവാൻ. അപ്പോ എന്നിട്ട് 8ാമത്തെ ആയത്ത്, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അല്ലാഹു അല്ലേ ബിഅഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലേ? എന്താണ് അള്ളാഹു ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വിധികർത്താവ് എന്ന് പറഞ്ഞാൽ വിധിക്കുന്നതിൽ ഏറ്റവും നീതിമാനായ, നീതിയുടെ രൂപത്തിലാണ്, വളരെ നീതിമാനായ, വിധികർത്താക്കളിൽ വളരെ നീതിമാനായ, ഏറ്റവും നീതിമാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഹദീസിലുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ
അലൈഹിസ്സലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതിയാൽ റസൂൽ പറയാറുണ്ടായിരുന്നു, ബല, അതെ അങ്ങനെ തന്നെ, വാന അലാദാലിക മിനൽ ഷാഹിദീൻ, ഞാൻ അതിന് സാക്ഷികളിൽപ്പെട്ട ആളാണ് എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ 8 ആയത്തുകൾ. ഈ സൂറത്തിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുണ്ട്. അതായത് ഇപ്പോൾ വത്തീന ചെയ്തുകൊണ്ട് തോന്നി സീനോ ആദിൽ ഭരതനൊക്കെ മനുഷ്യനെ വലപ്പുറം ഇൻസാനൊക്കെ ആശ്രയിച്ചത്, മനുഷ്യനെ വളരെയധികം ഭംഗിയുള്ള രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈസ അൽ ഹാഷിമി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഭാര്യയെ നന്നായി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരവസരത്തിൽ ഭാര്യയോട് പറഞ്ഞു, നീ ചന്ദ്രനെ പോലെ, കമറ്, സൂര്യചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രനെ പോലെ, അതായത് കമറിനെ പോലെ, 14-ാം രാവ് തിരിച്ചു വരുന്ന ചന്ദ്രൻ എപ്രകാരമാണോ അതുപോലെയുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ത്രീയായിട്ട് രൂപാന്തരപ്പെടണം നീ, എന്നാലേ നിന്നെ ഞാൻ, അല്ലെങ്കിൽ നീ 3 തലാഖയില്ലേ ചെല്ലപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അത് ഒരു നിലയ്ക്ക് തന്നെ പറഞ്ഞു പോയി. പക്ഷെ ഇതനുസരിച്ച് സ്ത്രീ ഇത് കാര്യമാക്കി, സ്ത്രീ കാര്യമാക്കിയിട്ട്, ഭാര്യ ഇത് കാര്യമാക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയോ ഭർത്താവിനെ കാണുകയോ ചെയ്യാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഭർത്താവ് പിന്നെ ഈ നിലപാടിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭാര്യ പറയാണ്, നിങ്ങൾ എന്നെ തലാക്കിയല്ലേ, അതിൻ്റെ പേരിൽ ആണ് ഞാൻ നമ്മൾ പരസ്പരം കാണാൻ പറ്റില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. അങ്ങനെ അന്ന് നാട് ഭരിക്കുന്ന രാജാവിനോട് കാര്യം പറഞ്ഞു. രാജാവിൻ്റെ അടുത്ത് എത്തി കഴിച്ചു. രാജാവ് എന്ന് പറഞ്ഞാൽ മൻസൂറായിരുന്നു, ഖലീഫ. പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഖലീഫ മൻസൂർ നാട്ടിലുള്ള ഫിഖ്ഹ് പണ്ഡിതന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ വിഷയം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ശരിയാണ്, തലാഖ് അവിടെ ഉണ്ടായി കഴിഞ്ഞു, 3 തലാഖ് ചെയ്തുകൊണ്ട് ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൽ ഒരാള് ഒന്നും മിണ്ടാതിരിക്കുന്നത് മൻസൂറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറെ എന്ന് വിളിച്ചു സംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് അബൂ ഹനീഫയുടെ ഒരു ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, അമീർ, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ഒരു സാധനവും അള്ളാഹുവിൻ്റെ ഭൂമിയിലോ മറ്റു സ്ഥലത്തോ ഇല്ല എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ആശയം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഭംഗിയുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് ശരിയാണല്ലോ എന്ന് മൻസൂർ പറയുകയും അതനുസരിച്ച് ഈ ഈസൽ ഹാഷിമിയുടെ ആ ദുഃഖത്തിനൊരു അറുതി വരുത്തുകയും ചെയ്തു. അവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ വിട്ടു. കാരണം മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ഒന്നുമില്ല. അപ്പം ഖമറിൻ്റെ അതേ ഭംഗിയുള്ള നിലക്ക് ആയിത്തീരണം എന്ന് പറഞ്ഞാൽ ആ ഖമറിനേക്കാൾ ഭംഗിയാണ് മനുഷ്യൻ, മനുഷ്യനേക്കാൾ ഭംഗിയുള്ള ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒന്നും പറയാനില്ലല്ലോ. അങ്ങനെ തലാഖ് ഉണ്ടായിട്ടില്ല അവിടെ എന്നുള്ള സ്ഥിരീകരണം വന്നു. അതനുസരിച്ച് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി തുടർന്ന് ജീവിക്കാനുള്ള അവസരം കിട്ടി. ഇത് ഒരു
പ്രധാന ഒരു പോയിന്റാണ്. ഇതിൻ്റെ അവസാനം തഫ്സീറിൽ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ആ തഫ്സീർ വായിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഇത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.